പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തിക്കാൻ ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം, അതിൽ 16, 17, 18 വാക്യം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഇതാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, ഹല്ലേലൂയ, ഉച്ചയ്ക്കും വൈകുന്നേരത്തും കാലത്തുമുള്ള പ്രാർത്ഥന, പ്രൈസ് ലോർഡ്, രാത്രിയും പകലും ഉള്ള പ്രാർത്ഥന, ഇടപെടാതെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് വ്യത്യസ്തമായ നിലകളിലൂടെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്. പ്രൈസ് ലോർഡ്. നാം അത് എത്രമാത്രം ചെയ്യുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മെ സദാസമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രക്തജയം മാത്രമല്ല, നാം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് തന്നെ ദൈവം നമ്മെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹങ്ങൾ വർദ്ധിക്കും, നന്മകൾ പെരുകും. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നവനെ ശത്രു വളരെ ഉന്നമിക്കും. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും തോറും ശത്രുവിന്റെ ഒരു വലിയ കൂട്ടം നമുക്കതിനെ എഴുതേക്കും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ്. നിർജീവമായതിനോട് എന്ത് ചെയ്താലും യാതൊരു പ്രയോജനമില്ല, അത് ഒരു കുഴപ്പമില്ല. ആ ജീവനുള്ള ദൈവം ഈ കാണുന്ന മുഴുവൻ ലോകത്തെ അടക്കി ഭരിക്കുന്ന, മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ, ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ നയിക്കുന്ന യേശുവിനോടുള്ള പ്രാർത്ഥനയിലാണ് ശത്രു സൈന്യങ്ങൾ എഴുന്നേക്കുന്നത്. അപ്പൊ ശത്രു സൈന്യങ്ങൾ എത്രമാത്രം എഴുന്നേറ്റാലും എന്ത് പ്രതികൂലം വന്നാലും വചനം പറയുന്നത് എപ്പോഴും സന്തോഷിക്കാനാണ്. ഒരു ദൈവത്തിൽ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിക്കണം. അപ്പം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങൾക്കും സ്തോത്രം ചെയ്യണം. നിനക്ക് ഒരുപക്ഷെ ശത്രു കാണാം, ശത്രുവിന്റെ പോരുകൾ കാണാം, എതിരാളികൾ കാണാം, കഷ്ടതയിലൂടെ, നഷ്ടത്തിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, സങ്കടത്തിലൂടെ പ്രതിസന്ധികളേറെ കാണാം. പക്ഷേ വചനം പറയുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. അപ്പൊ ദൈവത്തിന് ഇഷ്ടം എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അപ്പം ഇടപെടാതെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവിക ദർശനമുണ്ടായിരുന്ന, ദൈവിക സ്വപ്നം പ്രാപിച്ചവനായിരുന്നു യോസേഫ് പഴയ നിയമത്തിൽ. ഹല്ലേലൂയ. യോസേഫിനെ സഹോദരന്മാർ പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടെങ്കിലും പൊട്ടക്കുഴിക്കൊന്നും യോസേഫിനെ മൂടാൻ കഴിഞ്ഞില്ല. പൊട്ടക്കുഴിയിൽ നിന്ന് അവനെ വലിച്ചു കയറ്റി ഇസ്മായിലൊക്കെ കൊടുത്തെങ്കിലും അവനെ പോത്തിഫറിനെ കൊണ്ട് വിട്ടു. അവിടെ അവൻ അപവാദം കേൾക്കേണ്ടി വന്നെങ്കിലും അത് മുഖാന്തരം കാരാഗ്രഹത്തിൽ ചെന്നെങ്കിലും യോസേഫിന്റെ ഉള്ളിലെ പ്രാർത്ഥന മാറിയിട്ടില്ല. പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്ന് ഞാൻ യോസേഫിനെ കുറിച്ച് ചിന്തിക്കുക. ആ പ്രാർത്ഥിക്കുന്നവനാണ് ദൈവം അല്ലെ ദർശനങ്ങളെ, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ കൃപ കൊടുത്ത്. കാരാഗ്രഹ പ്രമാണി കണ്ട സ്വപ്നവും അത് വ്യാഖ്യാനിച്ചത് മുഖാന്തരം അത് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ഫറവോൻ കണ്ട സ്വപ്നവും ഹല്ലേലൂയ വെളിപ്പെടുത്തുവാൻ യോസേഫിനെ ഉപയോഗിച്ചു. അതുകൊണ്ട് യോസേഫ് അവിടെ കൃതാർത്ഥനായി. ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പം ദൈവാത്മാവുള്ള മനുഷ്യനാണ് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ദൈവാത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ദൈവാത്മാവില്ലാത്ത ആരും പ്രാർത്ഥിക്കത്തില്ല. അവരെല്ലാം ഹല്ലേലൂയ ഒരു പ്രഹസനത്തിലൂടെ അവരുടേതായ ആചാരാനുഷ്ഠാന ജടിലമായ ജീവിത സാഹചര്യങ്ങളെ ഇവിടെ കടന്നു പോകും. പ്രാർത്ഥിക്കുന്നവരെയും എപ്പോഴും മുഴങ്കാലും അടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച യോസേഫ് മിസ്രൈമിൽ ഉണ്ടായിരുന്നുകൊണ്ട് മിസ്രൈമിലെ ധാന്യശേഖരത്തിന് ഒരു കുറവുമില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. അല്ലെ, പാണ്ഡികശാല മുഴുവൻ അല്ലെങ്കിൽ നിറച്ചു വെച്ചു. ക്ഷാമം വരുമെന്ന് ദൈവം വെളിപ്പെടുത്തി. അത് യോസേഫ് അവൻ പ്രവചിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ആ ക്ഷാമകാലത്ത് എങ്ങനെ പോറ്റാം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഫറവോൻ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ യോസേഫിനെ നന്നായിട്ട് ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ട് എന്ത് ചെയ്തു? പാണ്ഡികശാലകളെല്ലാം നിറച്ചു വെച്ചു. അപ്പം പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് നന്മയുടെ ഒരു ശേഖരം ഉണ്ടായിരിക്കും. പ്രൈസ് ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കാം, പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലോ, നന്മയുടെ ശേഖരം ഒന്നും കിട്ടിയില്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് നിങ്ങളോട് ചോദിച്ചാലും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നീ അവിശ്വസിക്കാതെ വിശ്വസിക്കണം. ഹല്ലേലൂയ. അവിശ്വാസം ആണ് നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ദൈവം അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം ചെയ്ത്, ഞാൻ നിനക്കൊരു വാഗ്ദത്ത സന്തതിയെ തരും. 75 വയസ്സിലാണ്.
നീണ്ട കാലങ്ങൾ കഴിഞ്ഞിട്ടും വാഗ്ദത്ത സന്തതിയെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ സാറയുടെ ഉള്ളിലൊരു അവിശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സാറയുടെ അല്ലെങ്കിൽ ദാസിയായിരുന്ന ഹാഗറിനെ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തതും ഹാഗറിനെ പരിഹരിച്ച് ഒരു കുട്ടി ഉണ്ടായതും അവൻ ഇസ്മായിലിന് പേരിട്ടതും അത് മുഖാന്തരം വലിയ പ്രശ്നങ്ങളാണ് പിന്നെ സംഭവിച്ചത്. നിങ്ങൾക്കറിയാം അല്ലേ? എലിയ സ്തോത്രം. അതുകൊണ്ട് സാറയുടെ അവിശ്വാസത്തിന്റെ മുഖാന്തരം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. ഫ്രൈസറോ അല്ലേ എലിയ? അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലും അവിശ്വാസം വരാതെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത് നിറവേറും കേട്ടോ. രക്തം ചെയ്യും. ദൈവം നിനക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ ആ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. മിസ്രൈമിലെ പാണ്ഡികശാലയിലെല്ലാം ആമി നിറഞ്ഞു നിന്നതുപോലെ നിന്റെ ജീവിതത്തിനകത്തൊരു നിറവിന്റെ അനുഭവത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം പറയും, ഇടവിടാതെ നീ പ്രാർത്ഥിക്കണമെന്ന്. അല്ലേ? ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്പം വില കൊടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് സമയം കിട്ടും, വീണ്ടും വന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ എനിക്ക് ജോലിയുണ്ട്, തിരക്കുണ്ട്, ബിസിനസ്സുണ്ട്, എനിക്ക് ആ വഴി പോകണം, ഈ വഴി പോകണം, നീ എവിടെ വേണമെങ്കിലും പോകും. പക്ഷെ പ്രാർത്ഥനയിൽ നീ മുമ്പിലായിരിക്കണം. പ്രേക്ഷകർ, ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിലാണ്. തെറി പറയാൻ മനുഷ്യൻ ഭയങ്കര മുമ്പിലാണ്. തെറി പറയാൻ, അസഭ്യം പറയുവാൻ, പൊട്ടച്ചൊല്ലി കളിവാക്ക്, ചീത്തത്തരം പറയാൻ, അശ്ലീലമായ കാര്യങ്ങൾ പറഞ്ഞ് രസിപ്പാൻ മനുഷ്യൻ ഏറ്റവും മുമ്പിലാണ്. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എന്നാൽ പ്രാർത്ഥിക്കാൻ വിളിച്ചാലോ അതിന് പറ്റത്തില്ല. ദൈവസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ദൈവമക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞങ്ങളുടെ പാസ്റ്റർമാർ ഞങ്ങളുടെ ദൈവമക്കളെയൊക്കെ ചിന്തിച്ചാൽ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും സമയമുണ്ട്. ലോകപ്രകാരമുള്ള എല്ലാ കാര്യത്തിനും. പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുമ്പോൾ അവർക്കെല്ലാം തിരക്കാണ്. എനിക്ക് ആ വഴി പോകണം, ഈ വഴി പോകണം, എനിക്ക് അവിടെ തിരക്കൊണ്ട് ഇവിടെ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലാമെന്ന് ഇവരുടെ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞ് എനിക്ക് വൈകിട്ട് പ്രോഗ്രാമുണ്ട് എന്ന് വേണ്ട എന്തെല്ലാം കാര്യാദികൾ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയോ. ഞാനൊക്കെ ഒരുപാട് അനുഭവസ്ഥ, ഒരുപാട് പേരെ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. പ്രൈസ് അല്ലേ? അപ്പം പ്രാർത്ഥിക്കാനാണ് മനുഷ്യൻ എപ്പോഴും പിന്നോക്കം. അതെന്താണ് സംഭവിച്ചത്? സാത്താൻ അവരെ പിന്നോട്ട് കൊണ്ടുപോവുക. നീ പ്രാർത്ഥിക്കരുത്. നീ പ്രാർത്ഥിച്ച നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീ പ്രാർത്ഥിച്ച നിന്റെ രോഗം മാറും. നീ പ്രാർത്ഥിച്ചതിന്റെ കടം മാറും. നീ പ്രാർത്ഥിച്ചതിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നീ പ്രാർത്ഥിച്ചതിന്റെ കൃഷി വിശാലമാകും. നീ പ്രാർത്ഥിച്ചതിന്റെ കമ്പുകൾ പെരുകും. അലുരിയ ക്ഷീരമേഖല വിശാലത വരും. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് നല്ല നിലയിലെത്താൻ കഴിയും. അതൊന്നും സാത്താൻ ഇഷ്ടമില്ല. അല്ലേ? അതുകൊണ്ട് പിശാച് പറയും, നീ പ്രാർത്ഥിക്കേണ്ട. പിശാച് നിനക്ക് ഓരോ തിരക്കുകൾ തന്നിരും. നീ ആ തിരക്കിന്റെ പുറകെ ഓടി നടക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരും. തുടങ്ങി വാ. പൗലോസ് എന്താണ് തെസ്സലോനിക്ക സഭയോട് പറയുന്നത്? എപ്പോഴും സന്തോഷിക്കണം. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ എപ്പോഴും സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. പ്രേക്ഷകരോ, അപ്പൊ നിങ്ങൾ പറയും മറ്റുള്ളവരൊക്കെ സന്തോഷം. അതെ, മറ്റുള്ളവരൊക്കെ സന്തോഷിക്കണ്ട്. അവരുള്ള കള്ളും കഞ്ചാവും ചരസും ഹെറോയിനും ബ്രൗൺ ഷുഗറും ഹാഷിഷും ഒക്കെ അലടിച്ചിട്ട് പിന്നെ ഈ മയക്കുമരുന്ന് എണ്ണയുമേ സ്റ്റാമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആമ സന്തോഷിക്കുന്നുണ്ട്. അല്ലേലൂയ, രക്തം ചെയ്യാം. പ്രേക്ഷകരോ, അങ്ങനെയുള്ളവരൊക്കെ സന്തോഷിക്കും. പിന്നെ ചിലര് ചുമ്മാ ഇരുന്ന് സന്തോഷിക്കും, രോഗത്തിന്റെ വിളച്ചതേക്കാണ്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന സന്തോഷം അതല്ല. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയുന്നത്, വേദപുസ്തകം പറയുന്നത്, ഒരു ദൈവഭക്തൻ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമക്കൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, അതിന്റെ നടുവിൽ നീ കുലുങ്ങിപ്പോകാതെ, അല്ലെങ്കിൽ പാട്ട കുലയുന്നത് പോലെ, വെള്ളം തിരകൾ അടിക്കുമ്പോൾ പാട്ട കുലഞ്ഞ് മറിയാൻ പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിന്റെ ജീവിതമാകുന്ന പടകുലയുമ്പോൾ, അല്ലേരിയ, അതിൽ നീ വഴുതി വീഴാതിരിക്കാൻ വേണ്ടി കർത്താവ് പറയുകയാണ്, നീ എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടപെടാതെ സന്തോഷിക്കണം. അല്ലേരിയ. അപ്പൊ എപ്പോഴും നമ്മൾ സന്തോഷിക്കണം. അല്ലേരിയ. ഞാൻ എൻ്റെ ജീവിതം ഒക്കെ വളരെ ദുഃഖങ്ങളും സങ്കടങ്ങളും നിരാശകളും ഒക്കെ നിറയപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. അല്ലേരിയ. പലപ്പോഴും കടന്നു പോകാറുണ്ട്. അപ്പൊ അവിടെ ഞാൻ വളരെ സന്തോഷമാണ്. കാരണം അല്ലേരിയ, ദൈവം നടത്തുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമാണ്. പ്രൈസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ ചിന്തിച്ചത്, നമ്മൾ നിലച്ചത്, നമ്മൾ പ്രതീക്ഷ വെച്ചതൊന്നും ഒരുപക്ഷെ നടന്നെന്ന് വരത്തില്ല. പ്രൈസ്. അല്ലേലൂയ. അതല്ല, ഒരുപക്ഷെ പരാജയമായി മാറിയേക്കാം. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷിക്കണം. ഞാൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകാറുണ്ട്, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകാറുണ്ട്. പക്ഷെ നമ്മൾ ആശ്രയിച്ചവരും, നമ്മൾ പ്രതീക്ഷിച്ചവരും, പ്രത്യാശ വെച്ചവരെല്ലാം നമ്മെ കണ്ടു മറക്കുമ്പോൾ, അല്ലേലൂയ, നമ്മളെ മടുത്തു മാറുമ്പോൾ കർത്താവ് പറയാണ്, യഹോവയിൽ ആശ്രയിപ്പിൻ. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കണം. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കാനാണ് 118 സംഗീതം 8 വാക്യം പറയുന്നത്.
എന്നെ വളരെ സ്നേഹിച്ച വ്യക്തികളുണ്ട്, വളരെ സ്നേഹിച്ച വ്യക്തികൾ വളരെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, വാഗ്ദത്തങ്ങൾ പറഞ്ഞ്, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ അനുഭൂതി ആളുകളുണ്ട്. പക്ഷെ എനിക്ക് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ എന്ത് ചെയ്തു? അവരെല്ലാം പിന്നെ ഫോൺ പോലും എടുക്കത്തില്ല, വിളിച്ചാൽ മിണ്ടത്തില്ല, വിളിച്ചാൽ മിണ്ടില്ല. അതാണ്, ഫോൺ കണ്ടേച്ചങ്ങ് മാറിപ്പോകും. വെല്ലു വരുന്ന കാണുമ്പോൾ തന്നെ അവരങ്ങ് മാറിപ്പോകും. അല്ലേ? അങ്ങനെയൊക്കെയാണ് പ്രിയ ജനമെന്ന് പറയുന്നത്. കർത്താവിനോട് പറഞ്ഞു, നീ അവിടെയൊക്കെ സന്തോഷിക്കാം, ഞാനത് നിങ്ങളെല്ലാം സന്തോഷിക്കണം കേട്ടോ. അല്ലേലുയ. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ എത്ര കാലമായി നീ സങ്കടപ്പെടുന്നു മനസ്സുകൊണ്ട്. അല്ലേലിയ, അല്ലേലിയ, സ്തോത്രം. ഒരിക്കലും എന്നോട് സഹോദരി പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണ്ട പാസ്സായി, ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയാണ്, എനിക്ക് മറ്റൊരാളുടെ ഇവിടൊപ്പം ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊരു കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ് എന്നാ പറഞ്ഞത്. അല്ലേലിയ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, ദൈവം യോജിപ്പിച്ചതാണ്, അതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അല്ല, ആ അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യാദികളൊക്കെ പറഞ്ഞ് അവൻ ശരിയായിരിക്കും, അങ്ങനൊക്കെ ആയിരിക്കും. പക്ഷെ വചനം എന്താണ് പറയുന്നത്? ആമീൻ. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറയുന്നില്ല. ദൈവം യോജിപ്പിച്ചതിന്. എന്നിട്ട് ആ സഹോദരി ഭർത്താവിനെ ഉപേക്ഷിച്ചു കേട്ടോ. ഇന്നും ഗതി പിടിക്കാൻ നടക്കുകയാണ്. രക്തം ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സന്തോഷിക്കണം. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും സന്തോഷിക്കണം. അല്ലെങ്കിൽ എന്നിന്റെ ജീവിതമാകുന്ന പടം ഉരയാൻ സാധ്യതയുണ്ട്. ആമേൻ. ജീവിതമാകുന്ന വടയിൽ വെള്ളം കയറുവാൻ തിര തല്ലി അലിച്ചു കയറുവാൻ അടിച്ചു കയറാൻ സാധ്യതയുണ്ട്. അല്ലേ? അങ്ങനെയൊക്കെ ആകട്ടോ. പക്ഷെ സന്തോഷിക്കണം. ഞാൻ ഈ വചനമൊക്കെ പ്രശ്നം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിനാന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ പാസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾ പറയായിരിക്കും. പാസ്സൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പാസ് അതെ പൗലോസ് തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ ഇടപെടാതെ നിങ്ങളോട് നിലയിൽ ശുശ്രൂഷിപ്പാനും വചനം പ്രസംഗിപ്പാനും വചനത്തിന്റെ വെളിപ്പാടുകൾ കിട്ടുവാനും വേണ്ടതുപോലെ പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നതിനകത്ത് ഞാനെന്തിനാ രക്ഷിക്കുന്നത്? അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളെ പോലെ തന്നെ കഷ്ടങ്ങൾ കടന്നു പോവുകയാണ്. പ്രൈസലോട്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥന നിങ്ങളെ എനിക്കും ആവശ്യമാണ്. അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇടവിടാതെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കണം. പ്രൈസലോട്. അപ്പൊ അവന്റെ എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. എല്ലാത്തിനും സ്തോത്രം. എനിക്കുള്ള സൗന്ദര്യം, നീ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്, നീ കരയരുത്. ഹല്ലേലൂയ. നീ വിഷമിച്ചിരിക്കുന്നത്, സങ്കടപ്പെട്ടിരിക്കുന്നത്, നീ കരയുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ കണ്ടിട്ട് പറയും അല്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രൈസലോട്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കിൽ ഒരിക്കൽ അല്ലെങ്കിൽ സ്തോത്രം ഇവിടെ ഹരിതകർമ്മ സേനയുടെ കുറെ ആളുകൾ വന്നപ്പോൾ അവരുടെ പ്ലാസ്റ്റിക് ചോദിച്ചു. ഇവിടെ പ്ലാസ്റ്റിക് കൊടുക്കാനില്ല. അപ്പം ഞാനവരോട് പറഞ്ഞു, ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, ഒന്നാം പ്ലാസ്റ്റിക് ആകിട്ട് തരാം. അപ്പോൾ അവരെന്നോട് കുറെ കാര്യങ്ങളൊക്കെ വെച്ചു. ഞാൻ അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്നെ അറിയുന്നവരാ, എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞ യേശുവിനെ അറിഞ്ഞത് കൊണ്ടല്ല, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ കഷ്ടം വെച്ചിട്ടുണ്ട്. എൻ്റെ ഏരിയ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ചിലരും പറയില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അത് അങ്ങനെയാണ്, ഇത് യേശുവിനെ അറിഞ്ഞുകൊണ്ടാണ്, യേശുവിനെ പറയും. യേശുവിനെ അറിഞ്ഞത് കൊണ്ട്, യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു കുഞ്ഞും പരാജയപ്പെട്ടിട്ടില്ല. യേശുവിനെ ഒരു മനുഷ്യൻ സ്വീകരിക്കുന്നത് കൊണ്ട്, യേശുവിനെ ഒരു മനുഷ്യൻ അറിഞ്ഞതുകൊണ്ട്, യേശുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ മനുഷ്യന് ലഭിക്കുന്ന നിത്യമായ സമാധാനമാണ്, നിത്യമായ സന്തോഷമാണ്, നിത്യജീവനാ കിട്ടിയത്. ഈ ലോകത്തെയല്ല കിട്ടിയത്, നിത്യജീവനെ. നിത്യജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ഉറപ്പാണ് നമ്മെ മുൻപോട്ട് നടത്തുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ മാത്രമേ നിന്റെ ഉള്ളിൽ നിത്യമായ ജീവൻ ഉണ്ടാകത്തുള്ളൂ. യേശുവിനോട് ചേർന്നിരിക്കണം. ലോകം പലതും പറയുമെന്ന്, ലോകം പലതും പറഞ്ഞ് നിരത്തി നിനക്കെതിരെ ആമയും വാളെടുക്കും. പ്രേക്ഷോ. അപ്പോൾ നീ എന്ത് ആത്മാവിന്റെ വാളെടുക്കും. ലോകം അവരുടെ വായി കൊണ്ട് നിനക്കെതിരെ ശകാരിക്കുമ്പോൾ നീ ആത്മാവിന്റെ വചനമാകുന്ന വാൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് വചനത്തിലൂടെ മറുപടി പറയാൻ കഴിയും. രക്തം ചെയ്യും. അല്ലേരി. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലേരിയ. പൗലോസിന്റെ ജീവിതമൊക്കെ ഇതായിരുന്നു. പൗലോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലേരിയ എന്തെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയി, എന്തെല്ലാം പ്രതികൂലങ്ങളെ ആ മനുഷ്യൻ തരണം ചെയ്യേണ്ടി വന്നു. അവിടെ എല്ലാം പൗലോസ് നിലവിളിച്ച് കരഞ്ഞ് കണ്ണുനീരോടെ കർത്താവിനെ കുറ്റപ്പെടുത്തി ഈ വേല ഇട്ടിച്ചു പോകുകയൊന്നും അല്ല ചെയ്തത്. അല്ല, എനിക്ക് പറ്റത്തില്ല കർത്താവ്, ഞാനത് ചെയ്തില്ല, എനിക്ക് കഷ്ടം സഹിക്കാൻ പറ്റത്തില്ല, ഒമ്പത് അനുഭവം, ഈ പീഡ, ഈ കാരാഗ്രഹമൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല എന്നൊന്നും അല്ല പൗലോസ് പറഞ്ഞത്. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, എങ്കിലും കർത്താവ് എനിക്ക് തുണ തന്നു. എന്നെയും കണ്ട പ്രസംഗം അല്ലെ എന്റെ ശുശ്രൂഷ നിവർത്തിച്ചു. അപ്പൊ കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ട്. കർത്താവ് നിനക്ക് തുണയായിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ തലവില്
അതോ നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നീ എരിയുന്ന തീയിലേക്ക് വെള്ളം കോരി ഒഴിക്കുക, എണ്ണ കോരി ഒഴിക്കുന്നത് പോലെ അല്ലേരിയ, അല്ലെ എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിച്ചാൽ വീണ്ടും ആളി കത്തും അല്ലേരിയ എന്ന് പറയുന്ന പോലെ നീ പ്രശ്നത്തിന് മുകൾ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അതിനെ ശാന്തമാക്കാൻ വേണ്ടി ദൈവത്തിന് ഇടപെടാതെ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിൽ ഭർത്താവ് മദ്യപാനി, മയക്കുമരുന്ന്, ലഹരിക്ക് ചെട്ടികമായ ജീവിതം, നിന്റെ ഭാര്യ ആമേനടി വഴിവിട്ട ജീവിതം, നിന്റെ മക്കൾ വഴിവിട്ട ജീവിതം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കുടുംബത്തിൽ സുബോധത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരുണ്ടെങ്കിൽ അല്ലേരിയ ഇടപെടാതെ ദൈവത്തിനെ പ്രാർത്ഥിക്കണം, മാനസാന്തരം കൊടുക്കുവാൻ. എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്, നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നത്, ലോകരാജ്യങ്ങളിൽ നടക്കുന്നത്? നരനായാട്ടല്ലേ നടക്കുന്നത്, രക്തചൊരിച്ചിലല്ലേ നടക്കുന്നത്. പട്ടിക്ക് പോലും ഭയങ്കര വിലയാണ് നമ്മുടെ നാട്ടിൽ. പട്ടിക്ക് ഭയങ്കര വിലയാണ്. പട്ടിയെ തല്ലാൻ പറ്റത്തില്ല, കൊല്ലാൻ പറ്റത്തില്ല, എറിയാൻ പറ്റത്തില്ല, ഓടിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞിടങ്ങളിൽ പേ പിടിച്ചൊരു സഹോദരി മരിച്ചു അല്ലേരിയ. മനുഷ്യൻ പട്ടി കടിച്ച് പേ പിടിച്ച് മരിച്ചതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പേപ്പെട്ടിയെ സ്വാമിയെ ചേർത്ത് പിടിക്കും. പക്ഷെ മനുഷ്യനെ, അത് ദൈവം തന്റെ സ്വരൂപത്തിന് സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യന് യാതൊരു വിലയും കൊടുക്കാതെ അവനെ വേട്ടമൃഗത്തെ നായാടി പിടിക്കുന്ന മനുഷ്യനെ വേട്ടയാടി പിടിച്ച് അവന്റെ രക്തം ചുരിയിക്കുന്ന കിരാതന്മാർ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിനക്കൊക്കെ ദൈവം ന്യായവിധി വെച്ചിട്ടുണ്ട് കേട്ടോ. നിനക്കൊക്കെ ദൈവം ന്യായവിധി. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഇത് കൊന്നൊടുക്കാൻ, പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ, ക്രൈസ്തവരുടെ രക്തം കുടിക്കുന്ന ഒരു കൂട്ടം ജനം ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ പ്രാർത്ഥിക്കുന്ന, യേശു വിശ്വസിക്കുന്ന, യേശുവിനെ നിത്യജീവൻ പ്രാപിച്ച, യേശുവിന്റെ രക്ഷ പ്രാപിച്ച, വീണ്ടെടുപ്പ് പ്രാപിച്ച, കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിനെ ഉയർത്തുന്ന ഒരു കൂട്ടം ക്രൈസ്തവരുടെ രക്തം കുടിക്കുന്ന രാക്ഷസ സ്വഭാവമുള്ളവർ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ന്യായവിധി ഓരോ സമയങ്ങളിൽ ഓരോ സ്ഥലത്തും പ്രത്യക്ഷമാകുമ്പോൾ ഓർത്തോണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ദൈവം നിനക്ക് ചില അടയാളങ്ങൾ തരുമ്പോൾ നീ മടങ്ങി വരണം. പ്രൈസറോ. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ആരംഭത്തെങ്കിൽ അല്ലയ്യ പ്രതിസന്ധികളൊക്കെ ആണെങ്കിലും അവസാനം നല്ലതായിരിക്കും കേട്ടോ. ആരംഭത്തെക്കാൾ അവസാനം നല്ലതെന്നാണ് സഭാപ്രസംഗി പറയുന്നത് അല്ലേരിയ. അപ്പൊ നിങ്ങൾ സ്തോത്രം ചെയ്ത് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറും. സ്തോത്രത്തോടെ നിങ്ങൾ ദൈവസന്നിധിക്ക് വരുമ്പോൾ ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും. ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും തന്ന് കൃപയിൽ നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. പൗലോസിനെ കുത്തി വേദനിപ്പിക്കുന്ന ശൂരം പോലുള്ള പ്രതിസന്ധികളുടെ പൗലോസിന്റെ ശരീരത്തിൽ വരും. പൗലോസ് അതിനു വേണ്ടി 3 വട്ടം പ്രാർത്ഥിച്ചു. പക്ഷെ നമ്മുടെ കർത്താവ് എന്റെ കൃപ നിനക്ക് മതിയെന്ന. അത് ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് വലുത് കേട്ടോ. ഹല്ലേലൂയ. ദൈവകൃപ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിജീവിക്കും, എല്ലാത്തിനും അതിജീവിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തെ നമ്മൾ അതിജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് കൃപകളും വരങ്ങളും പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ച്, ഭയഭക്തിയോടെ ദൈവസ്നവനെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ. ദാനിയേൽ ഇടവിടാതെ സേവിച്ചു വന്ന ദൈവം, ഏലിയാവ് ഇടവിടാതെ സേവിച്ചു വന്ന ദൈവം, പൗലോസ് ഇടവിടാതെ സേവിച്ചു വന്ന ദൈവം നിന്റെ ജീവിതത്തിനകത്തും അത്ഭുതം ചെയ്യണം. നീ പറയണം, കർത്താവേ, ഇടവിടാതെ പിതാക്കന്മാർ സേവിച്ചു വന്ന ദൈവത്തിന് എന്റെ ജീവിതത്തിന്റെ കഷ്ടതയെ മാറ്റാൻ കഴിയും, എന്റെ പ്രശ്നങ്ങളെ മാറ്റാൻ കഴിയും, എന്റെ പ്രതികൂലങ്ങളെ മാറ്റാൻ കഴിയും, എന്റെ ഭവനത്തിനകത്ത് ഇരുളിന്റെ അനുഭവത്തെ മാറ്റി വെളിച്ചം വീശുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ കുടുംബത്തിനകത്ത് ഇരുള് മാറും കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഇരുളാണ്. നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടോ, ഭംഗിയുള്ള ചെരുപ്പിട്ടത് കൊണ്ടോ, ഭംഗിയുള്ള ആഡംബരക്കാരിൽ നടന്നുകൊണ്ടോ, വിലപിടിപ്പുള്ള വീട് വെച്ച് താമസിച്ചുകൊണ്ടോ, നിന്റെ പേഴ്സിനകത്തും അക്കൗണ്ട് ഒരുപാട് അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടായത് കൊണ്ടൊന്നും നിന്റെ ജീവിതത്തിൽ വെളിച്ചമില്ല കേട്ടോ. നീ ഇരുളിലല്ല താമസിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഇരുള് മാറി വെളിച്ചം വരണമെങ്കിൽ ക്രിസ്തുയേശുവിൽ നീ വിശ്വസിക്കണം. ഈ ലോകത്തിന്റെ വെളിച്ചമായിരിക്കും ക്രിസ്തുവിന് മാത്രമേ നിന്റെ ഹൃദയത്തിനകത്ത് പ്രകാശം തരാൻ കഴിയുള്ളൂ. നിന്റെ ഹൃദയത്തിനകത്ത് പ്രകാശം പരത്തുവാൻ ക്രിസ്തുവിനെ നീ സ്വീകരിക്കാത്തിടത്തോളം കാലം ലോകനിർമ്മിതമായ ലോകപ്രകാരമുള്ള വെളിച്ചം എത്ര നിന്റെ ഉള്ളിലുണ്ടെങ്കിലും അതെല്ലാം നിന്നെ കണ്ണുനീരിലേക്ക് കൊണ്ടുപോകും. രക്തം ചെയ്യും. എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും? ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിലൂടെ നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കണം. യേശുവിലൂടെ നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ നീ ഇടപെടാതെ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി നീ ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന്
റോമാലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. റോമാലേഖനം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 8 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന പൗലോസ്, ഹല്ലേലൂയ. അതെ, നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇവിടെ എന്നൊക്കെ പറയുന്നത് ദൈവിക നീതീകരണത്തിലുള്ള 4 അമിത അടിസ്ഥാനങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം അതനുസരിച്ച് ജീവിക്കണം. ഒന്ന്, നമ്മുടെ വിശ്വാസം കൂട്ടായ്മ ആരംഭം പ്രാർത്ഥനയിലാണ്. അതിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയുടെ ആരംഭം പ്രാർത്ഥനയാൽ സംഭവിക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്നവനെ വിശ്വാസം ഉണ്ടാക്കുന്നു, പ്രാർത്ഥിക്കുന്നവനാ കൂട്ടായ്മയുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യമാണ്. രക്തം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള കടപ്പാടുകളെ കുറിച്ച് ബോധ്യം നിങ്ങൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു എന്ന് പൗലോസ് പറയുക. ഹല്ലേലൂയ. എല്ലാത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് പറയുന്നത് ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കാത്ത വിശ്വാസത്തിന് മാരകമായ എന്തോ തകരാറുണ്ട്. ദൈവത്തിന്റെ നീതി പ്രസിദ്ധമാക്കാത്തവരുടെ വിശ്വാസത്തിന് മാരകമായ എന്തോ കുറവുകളുണ്ട്. അതുപോലെ മാരകമായ രോഗം വ്യാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്തത് എന്താണ് പറയുന്നത്? ക്രിസ്തുയേശുവിൽ അധിഷ്ഠിതമായ വിശ്വാസം രഹസ്യമായിരിക്കേണ്ടതല്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ സർവ്വലോകത്തിലും പരക്കാൻ വേണ്ടി നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. പൗലോസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ പൗലോസ് ഇടവിടാതെ പ്രാർത്ഥിച്ച മനുഷ്യനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, കണ്ണുനീരും മാറണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്തതെല്ലാം വ്യർത്ഥമാണ്, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. രക്തം ചെയ്യാം. നീ യാചിക്കുന്നത് ആരോടാണ്? നീ ചോദിക്കുന്നത് ആരോടാണ്? ആമീൻ. നിന്റെ വിശ്വാസം എപ്രകാരമാണ്? നിന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത എന്താണ്? വിശ്വാസത്തിന്റെ പൂർണ്ണത എന്താണ്? നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് എന്താണ് വെളിപ്പെടുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് എന്താണ് മനസ്സിലാകുന്നത്? പ്രാർത്ഥിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നുണ്ടെന്നതിനെ കുറിച്ചൊക്കെ ഒരു ബോധ്യം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയും നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. പൗലോസ് പറയാ, ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നുവെന്ന് ദൈവം എനിക്ക് സാക്ഷി എന്നാണ് റോമാലേഖനം നമ്മൾ 1:9 വായിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്നാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ച് കേൾപ്പിക്കാം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ആമേ 1-ാം അധ്യായന്റെ സ്തോത്രം 1-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 16-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എന്റെ ബന്ധനങ്ങളെ എനിക്ക് ക്ലേശം വരുന്നതിനാൽ ഭാവിച്ചുകൊണ്ട് നിങ്ങളെ അല്ലെങ്കിൽ നിർമ്മലതയോടെ അല്ല ശാഠ്യത്താൽ അത്ര ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായിട്ടോ ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കും, ഇനിയും സന്തോഷിക്കും എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ പൗലോസ് തന്റെ ശരീരത്തിൽ ഹല്ലേലൂയ കഷ്ടം സഹിക്കുമ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അവിടെ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ കാരണം താഴോട്ട് വായിച്ചിട്ടുണ്ട്. എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പൗലോസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതേ സ്നേഹിത, നമ്മൾ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ആമേൻ, പൗലോസിന്റെ ജീവിതത്തിൽ മുഴുവൻ ആമേൻ ദൈവസഭയെ കുറിച്ചുള്ള എരിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ദമസ്കോസ് പടിക്കൽ വെച്ച് പൗലോസിനെ സന്ദർശിച്ച് അഥവാ ശൗലിനെ സന്ദർശിച്ച് അവൻ മാനസാന്തരപ്പെട്ടു വന്ന നാള് തൊട്ട് ആമേൻ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്ത് വളരെ എരിവോടെ നിന്ന്
പ്രാർത്ഥനയിൽ മുന്നേറിയവനാണ്. ഹല്ലേലൂയ. അതാണ് നമുക്ക് ഈ പൗലോസിന്റെ ലേഖനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു പ്രാർത്ഥനയുടെ ആത്മാവ് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം നമ്മൾ. പ്രാർത്ഥനയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, സ്തോത്രത്തിൽ ജാഗരിക്കണമെന്ന് ഹല്ലേലൂയ നമ്മൾ ഈ സ്തോത്രം കൊലോസ്യ ലേഖനമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, യജമാനന്മാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതി ന്യായവും ഹല്ലേലൂയ ആചരിപ്പിൻ. ഭൂമിയിലുള്ള സകല യജമാനന്മാരോടും പറയാ, സകല മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ യജമാനന്മാരോട്, മതത്തിന്റെ നേതാക്കൾ യജമാനന്മാരാ, രാഷ്ട്രീയക്കാരിലെ യജമാനന്മാരാ, അവരോട് പറയാം, യജമാനന്മാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനുണ്ടെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. നീ ഭൂമിയിൽ യജമാനായിരിക്കും, പക്ഷെ നിനക്ക് മുകളിൽ സ്വർഗത്തിൽ യജമാൻ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ദാസന്മാരുടെ നീതിയും ന്യായവും നീ ആചരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നീ ഒരു യജമാനനാ. നിന്റെ വീട്ടിലൊരാളെ നീ പണിക്ക് വിളിച്ചിട്ട് അവൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ അവൻ കഠിനാധ്വാനം ചെയ്തിട്ട് വൈകിട്ട് വരുമ്പോൾ അവന്റെ കൂലി പിടിച്ചു വെക്കാതെ, അവന്റെ കൂലി കുറയ്ക്കാതെ അവന് ന്യായമായിട്ടുള്ള കൊടുത്തു വിടണം. അതുകൊണ്ട് ദാസന്മാരോട് ഹല്ലേലൂയ നീതി ന്യായം ആചരിക്കണം. അല്ല അവന്റെ അധ്വാനത്തിന്റെ ഫലം നീ പിടിച്ചു മേടിച്ച് നിന്റെ പോക്കറ്റിൽ വെച്ച, കീശയിൽ വെച്ച്, അലമാരി വെച്ച് അത് ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു നല്ല തുമ്മൽപ്പനി വന്നാൽ മതി. പ്രൈസലോട്. ഹല്ലേലൂയ. എന്നിട്ട് 2-ാം വാക്ക് കൊലോസ്യരുടെ ലേഖനം 4:2 പറയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അത് ജാഗരിപ്പിൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, സ്തോത്രത്തോടെ ഹല്ലേലൂയ ജാഗരിക്കണം. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ, സ്തോത്രം, ബന്ധനകാരണമായി ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ അതിൽ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കും. അപ്പൊ പൗലോസ് വചനം പ്രസംഗിക്കാൻ വേണ്ടി വചനത്തിന്റെ മർമ്മം വെളിപ്പെടും, വചനത്തിന്റെ വാതിൽ തുറന്നു കെട്ടാൻ വേണ്ടി, വചനം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൗലോസിന് വേണ്ടിയിട്ടും പൗലോസിനെ കൂട്ടർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആദ്യം അത് ഓർമ്മിപ്പിച്ചിരുന്നു. അതെ, നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അല്ലെ TV-യുടെ മുമ്പിൽ ഉറ്റിരിക്കാനല്ല, വാട്സപ്പിന് മുമ്പിൽ ഉറ്റിരിക്കാനല്ല. അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുമ്പോൾ, വോളിബോൾ കാണുമ്പോൾ, ഫുട്ബോൾ കാണുമ്പോൾ, വിവിധ ടൂർണമെന്റ് കാണുമ്പോൾ, സിനിമയെ കാണുമ്പോൾ അതിന്റെ മുമ്പിൽ ഉറ്റിരുന്ന ഈ പ്രാന്തൻ പൊട്ടിച്ചിരുന്ന് ചിരിക്കുന്നത് ചിരിക്കാനല്ല. ചിലക്കാരുടെ സിനിമ കാണുമ്പോൾ കയ്യും കാലും എടുത്ത്, TV-യിലെ പരിപാടി കയ്യും കാലും എടുത്ത് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിച്ച് എന്തോ ഏതാണ്ട് കിട്ടിപ്പോയത് പോലെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോത, ദന്തത്തിൽ കാണുന്ന പശു പുല്ല് തിന്നത്തില്ല, നീ ഓർക്കണം. നിന്റെ ചുമരിമേൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പശു ഒരിക്കലും പുല്ല് തിന്നത്തില്ല. അത് വേറൊരു പടമാണ്. ഹല്ലേലൂയ. അതിന് പുല്ല് തിന്നാനുള്ള കഴിവില്ല. അതൊരു ഒരു കലാകാരന്റെ അത് സൃഷ്ടിയിൽ വരച്ചു വെച്ച പടമാണ്. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞ ദന്തത്തിൽ കാണുന്ന പശു പുല്ല് തിന്നത്തില്ലെന്ന. എന്ന് പറഞ്ഞാൽ നീ വേർക്കൂത്ത് പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നീ സിനിമ കണ്ട്, സീരിയൽ കണ്ട്, മറ്റ് കടിച്ചതൊക്കെ കണ്ടിട്ട് നീ ഇരുന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ, നീ ഗോഷ്ടി കാണിക്കുമ്പോൾ, നീ കയ്യും കാലും എടുക്കുമ്പോൾ നിന്നെ വിളിക്കുന്ന പേര് ഭ്രാന്തൻ എന്നാണ്. നിങ്ങൾ എന്നെ ചീത്ത പറയായിരിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞ് നടന്നയാണ്. ഒരുപാട് 25 വർഷം ആസഭ്യം വിളിച്ച് പറഞ്ഞ ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല. എനിക്ക് നാണമില്ല. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വെറുക്കൂത്ത് കണ്ട് പൊട്ടിച്ചിരിക്കും, നിങ്ങളൊരു ഭ്രാന്തനാണെന്ന് പറയുന്നതിനകത്ത് ഒരു മടിയില്ല. ഞാൻ അങ്ങനെ ആയിരുന്നു. ഹല്ലേലൂയ. പണ്ടൊക്കെ ഞാൻ അങ്ങനെ വല്ല വെറുക്കൂത്തും കണ്ട് ചുമ്മാ ഇരുന്ന് ചിരിക്കും. കഞ്ചാവ് അടിച്ചിരിക്കുന്നവരെ, കഞ്ചാവ് അടിച്ചിട്ട് കാണത്തില്ലേ, വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊക്കെ ജീവിത അനുഭവങ്ങൾ കടന്നുപോയ നിമിഷങ്ങളാണ്. പണ്ടൊക്കെ ഞാൻ കഞ്ചാവ് ഒരുപാട് വലിക്കുമായിരുന്നു. ഒരുപാട് കഞ്ചാവ് വലിക്കുമായിരുന്നു. കഞ്ചാവ് വലിച്ച് മടുത്തിട്ട് കഞ്ചാവ് തിന്ന് വെള്ളം കുടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, കഞ്ചാവ് മേടിച്ച് തിന്ന് വെള്ളം കുടിച്ചിട്ടുള്ളയാളാണ്. എത്രയോ പ്രാവശ്യങ്ങൾ വലിച്ചു മടുത്തു. പിന്നെ തീറ്റിയായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ടിരുന്ന് പൊട്ടിച്ചിരിക്കും. ഭ്രാന്തന്മാരെ പോലെ പൊട്ടിച്ചിരിക്കും. അതെന്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്തത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ, കഞ്ചാവ് പിടിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഭ്രാന്തനെ പോലെയാണ് അല്ലയോ നിങ്ങളുടെ സ്വഭാവം. നീ മാനസാന്തരം മടങ്ങി വന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉറ്റിരുന്നതിന്റെ വിഷയങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് ജാഗരിക്കണം. ഹല്ലേലൂയ. അവിടെയാണ് നിനക്ക് സന്തോഷം ഉണ്ടാകുന്നത്, സമാധാനമുണ്ട്. നീ കള്ളു കുടിച്ചതുകൊണ്ട് സമാധാനമില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ച് സമാധാനമില്ല, കഞ്ചാവ് അടിച്ചുകൊണ്ട് നിനക്ക് സമാധാനമില്ല. ഇവിടുത്തെ വെറുക്കൂത്തിന് മുമ്പിൽ നീ പൊട്ടിച്ചിരിച്ചതുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടത്തില്ല. സ്വാഭാവിക
നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നിട്ട് ദൈവത്തിലിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അല്ലെങ്കിൽ കൊലോസ്യ സഭയോട് പറയുന്നത് പ്രാർത്ഥനയിൽ വിട്ടിരിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥന വെറും ചടങ്ങായി അധംപതിക്കാതിരിക്കാൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കണം. പ്രാർത്ഥന ഒരു ചടങ്ങായി മാറരുത്. ചിലർക്ക് പ്രാർത്ഥന ഒരു ചടങ്ങ് പോലെ. അത് ചടങ്ങായി മാറാതിരിക്കാൻ വേണ്ടി നാം ചിന്തിക്കണം. അല്ലേലൂയ. യേശുവിനോട് കൂടെ അല്ലെങ്കിൽ ഗെത്സമനയിൽ പോയ ശിഷ്യന്മാർ പ്രാർത്ഥന സമയത്ത് ഉറങ്ങിപ്പോയത് നമുക്കൊരു മുന്നറിയിപ്പാണ്. യേശു ഗെത്സമനയിൽ തന്റെ ശിഷ്യന്മാരുമായി പോയി. യേശു അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം പോയി എന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പെടുത്ത ശിഷ്യന്മാരെ ഉറങ്ങുകയായിരുന്നു എന്നാണ് മത്തായിയുടെ സുവിശേഷം 26:41-45 കാണുന്നത്. അപ്പം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന സ്തോത്രത്തിന് കാരണമായി തീരണം. ജാഗരിക്കണം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കണം എന്നാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് അത്ഭുതമുണ്ട്. ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുക. ഗെത്സമനത്തോട്ടത്തിൽ യേശു ക്രിസ്തു ജാഗ്രതയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വിട്ടിരുന്ന് പ്രാർത്ഥന സ്തോത്രത്തോടെ ജാഗരിച്ചപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. ഇന്നും സഭയ്ക്കകത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ, പ്രാർത്ഥനയിൽ സ്തോത്രത്തിൽ ജാഗരിച്ചിരിക്കുമ്പോൾ എത്രയോ മഹാന്മാരും മഹതികളുമാണ് ഇരുന്ന് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ സഭയ്ക്കകത്ത് സഭയ്ക്കകത്ത് ശക്തമായ പാട്ടും പ്രാർത്ഥനയും ആരാധനയും കയ്യടി സ്തോത്രം ഹല്ലേലൂയ അനുഭാഷ എന്നുവേണ്ട എല്ലാം നടക്കുമ്പോൾ അനവധി മഹാന്മാരും മഹതിമാരും ഇരുന്ന് ഉറങ്ങുക. സ്തോത്രത്തിൽ ജാഗരിക്കുക, പ്രാർത്ഥനയിൽ ജാഗരിക്കുക, സ്തോത്രത്തിൽ ജാഗരിക്കുക. എന്താ ഉറക്കമാണെന്നുള്ളൂ പറഞ്ഞ ഒരു കാര്യങ്ങളും അറിയില്ല. നീ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ സ്വസ്ഥമായിട്ട് മനസ്സ് ഏകാഗ്രതയോടെ വരണം. ഉറങ്ങാൻ വേണ്ടി വരരുത്. ഉറങ്ങാൻ വേണ്ടി വന്നിരുന്നാൽ ഇവിടെ പ്രസംഗിച്ചതും ശുശ്രൂഷിച്ചതുമെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കുടക്കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ നീ കേട്ടിട്ട് പോകും. നീ എനക്കൊന്നും മനസ്സിലാകത്തില്ല. നീ ഇവിടെ വന്നിരുന്ന് ഉറങ്ങിയേച്ചു പോകും. അതുകൊണ്ട് ഗെത്സമന തോട്ടത്തിൽ യേശു അല്ലെങ്കിൽ ശിഷ്യന്മാരെ അവിടെ ഇരുത്തി നിങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരിപ്പീൻ. യേശു അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം പോയി പ്രാർത്ഥിച്ച് മടങ്ങി വന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയി. വീണ്ടും അവൻ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ 3 വട്ടം അവർ അപ്പോൾ യേശു ഇനി എന്റെ സമയമായി, എഴുതൊക്കെ പോകാം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ചെല്ലൊക്കെ വന്നിട്ട് എഴുതൊക്കെ പോവുക, വരിക ഇരിക്കുക, ഉറങ്ങുക, പോവുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയിൽ വിട്ടിരിക്കുന്ന സ്തോത്രത്തോടെ ജാഗരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമക്കളെ, സമൃദ്ധിയിലും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടണം. സമൃദ്ധി നിങ്ങൾക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ചിലർക്കൊക്കെ ഒരുപാട് പണമായി, ഒരുപാട് കാണാൻ സമ്പത്തായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പൈസയായി, വീടുകളായി, ഹല്ലേലൂയ, സ്വത്തുക്കളായി, കാറുകളായി, ബിസിനസ്സായി, തിരക്കായി ഒക്കെ കഴിയുമ്പോൾ പലർക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പിന്നെ വിദേശത്തേക്കുള്ള യാത്രയായി, വിമാനയാത്രയായി, ട്രെയിൻ യാത്രയായി, വിദേശത്ത് ബിസിനസ്, അവരെ കുറിച്ച് ആ കൂടെ വരുന്നു, ഈ കൂടെ വരുന്നു, ഒരു ഫോണല്ല 2 ഫോണല്ല, പിന്നെ വേറെ ഫോണും വിളിക്കാൻ കൂട്ടത്തിൽ കൊണ്ടുവരണം, ബാഗ് ചുമക്കാനൊക്കെ അനവധി ആളുകളാണ്. പ്രാർത്ഥിക്കാൻ സമയമില്ല. ചിലർക്ക് നന്മ വരുമ്പോൾ. പക്ഷെ നിന്റെ സമ്പത്ത് സമയത്ത് നീ പ്രാർത്ഥിക്കണം. യഹൂദനല്ല, ഇസ്രായേലിനല്ല, പുറംജാതിക്കാനായിരുന്ന മനുഷ്യൻ ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിട്ടും സമ്പത്തെ മാറ്റിവെച്ചുകൊണ്ട് സമ്പത്തിന് സ്ഥാനം കൊടുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പുറംജാതിക്കാനായിരിക്കുന്ന ഒരു കൊർന്നല്യോസിനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. പ്രൈസ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം വായിക്കുമ്പോൾ, കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. എപ്പോഴും ദൈവത്തോടും പ്രാർത്ഥിച്ചു പോകും. എപ്പോഴും ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത് കേട്ടോ. ഈ മനുഷ്യന് ഒരുപാട് സമ്പത്ത് കൊണ്ട് നല്ലൊരു കോടീശ്വരനായിരിക്കാം. അന്നത്തെ കാലഘട്ടത്തെ ഈ ശതാധിപന് നല്ലൊരു കോടീശ്വരനായിരിക്കാം, ഒരുപാട് പണമുണ്ട്. പക്ഷെ അവൻ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ കൊടുക്കുന്നവർ അനവധി ആളുകളുണ്ട്. പക്ഷെ ചിലര് കണ്ടാൽ പോലും മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. കോടികൾ ദൈവം കൊടുത്തു, കോടികളുടെ അവകാശിയായി മാറി. എന്നാൽ കൊർന്നല്യോസിന്റെ സ്വഭാവമുള്ള പണക്കാരിന്ന് ഭൂമിയിൽ കുറവാണ്. ചിലർക്ക് കാണും. അപ്പൊ ഈ മനുഷ്യൻ പുറംജാതിക്കാനായ ശതാധിപനായിരുന്നിട്ടും അവൻ ദൈവത്തെ ഭയപ്പെട്ടു. അവന്റെ സമ്പത്തിലല്ല അവൻ ആശ്രയിച്ചത്, അവന്റെ പേരും പെരുപേരുമല്ല അവൻ ആശ്രയിച്ചത്, അവന്റെ പ്രശസ്തിക്കകത്തല്ല അവൻ ആശ്രയിക്കുന്നത്. അവനും അവന്റെ കുടുംബവും അവനവന്റെ സകല ഗൃഹത്തും ദൈവത്തെ ഭയപ്പെട്ടു.
ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിനക്ക് ആ സ്വഭാവമുണ്ടോ ശ്രോതാവി? നിനക്ക് കോടികൾ ദൈവം തന്നില്ലേ? കോടികൾ വിലയുള്ള കാറിൽ നീ യാത്ര ചെയ്തില്ലേ? കോടികൾ വിലയുള്ള സ്ഥലം നീ വാങ്ങിയില്ലേ? കോടികൾ വിലയുള്ള കെട്ടിടങ്ങൾ നീ പണിതില്ലേ? നിനക്ക് ദേശത്തും വിദേശത്തും വീടുകളില്ലേ? നിനക്ക് ഇഷ്ടംപോലെ അക്കൗണ്ട് ഇല്ലേ? നിനക്ക് ഇത്രമാത്രം പണം വന്നിട്ട് നീ കൊർന്നല്യോസിനെ പോലെ പ്രാർത്ഥിക്കുന്നതിന് കഴിയുന്നുണ്ടോ? ഒരു പുറജാതിക്കാനായിരിക്കുന്ന കൊർന്നല്യോസ് പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളിവിടെ പ്രസംഗിക്കും, കൊർന്നല്യോസ് ഇങ്ങനെയായിരുന്നു പ്രസംഗിക്കും. പക്ഷെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? കൊർന്നല്യോസ് എന്താ പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്വപ്നമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കൊർന്നല്യോസ് അവനെ ഉറ്റുനോക്കി ഭയവേശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ദൂതൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഒരു ദൂതൻ അവന്റെ അരികിൽ വന്നപ്പോൾ ഹല്ലേലൂയ, അവൻ ആദ്യം ചോദിക്കുന്നത് എന്താണ് കർത്താവേ? പുറംജാതിക്കാനായിരിക്കുന്നവന്റെ വായിൽ ആദ്യം ഒന്ന് വാക്കുന്നത് എന്താണ് കർത്താവ്? അപ്പൊ നിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നീ ആളയച്ച്, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കണ്ണനായ ശീമോൻ എന്നൊരു പാർക്കുന്നു. അവനെ നീ വിളിച്ചുകൊണ്ടുവന്ന് അവന്റെ വായിലുള്ള തിരുവെഴുത്ത് കേൾക്കണം. നിന്റെ ഭവനത്തിൽ അവൻ തിരുവെഴുത്ത് പറഞ്ഞിരുന്നു. നീ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് കാരണമായ ദൂതുകൾ അവൻ വെളിപ്പെടുത്തും. അതുകൊണ്ട് പണമുള്ളപ്പോഴും പ്രാർത്ഥിക്കണം. പണമുണ്ടായിരുന്ന സമയത്ത് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ പ്രാർത്ഥിച്ച കൊർന്നല്യോസിനെ പോലെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 8:22 വായിച്ചാലും കാണാൻ കഴിയും. അപ്പം ദുഃഖനേരത്തിലും കഷ്ടങ്ങളിലും കഷ്ടങ്ങൾ വരുമ്പോ കഷ്ടകാലത്ത് നീ പ്രാർത്ഥിക്കണമെന്ന്. സമ്പത്ത് ഉള്ളപ്പം കൊർന്നല്യോസ് പ്രാർത്ഥിച്ചതുപോലെ കഷ്ടം ജീവിതത്തിൽ വരുമ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വേദവസം പറയാം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. യാക്കോബിന്റെ ലേഖനം ഹല്ലേലൂയ വായിക്കുമ്പോൾ കാണുന്നത് 5-13 വാക്യത്തിൽ വരുമ്പോൾ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. അതെ, നീ കഷ്ടം സഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കഷ്ടകാലത്ത് നീ പ്രാർത്ഥിക്കണം. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോകരുത്. ഹല്ലേലൂയ. അപ്പം ശതാധിപൻ ജാതിയനായ യഹൂദനല്ലാതെ ഇരുന്നിട്ടും പുറംജാതിക്കാനായിരിക്കുന്ന ശതാധിപൻ അവന് വളരെ സമ്പത്തുണ്ടായിട്ടും ഹല്ലേലൂയ അവൻ പ്രാർത്ഥനയിൽ ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നതിൽ ദൈവത്തെ ഭയപ്പെടുന്നതിൽ അവനവന്റെ കുടുംബവും നല്ലൊരു മാതൃകയാണ്. നമ്മളിതിനെക്കുറിച്ച് പ്രസംഗിക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തെ പണക്കാരുടെ ജീവിതത്തിലില്ല. കഷ്ടം അനുഭവിക്കുന്നവൻ ഹല്ലേലൂയ നിങ്ങൾ കഷ്ടമനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. നീ പ്രാർത്ഥി സുഖം അനുഭവിക്കും, പാട്ട് പാടട്ടെ. നിനക്ക് കഷ്ടം വരുമ്പോൾ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കഷ്ടം അനുഭവിക്കുമ്പോൾ നീ ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത്? നീ വേറെ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കുള്ളിൽ ബോധ്യമുണ്ടാകണം. ഹല്ലേലൂയ. രക്തം ചെയ്യണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. മറിയാം കർത്താവായ യേശുക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയിന്ന് ഹല്ലേലൂയ നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നത് 22 കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഒരു ദൂതൻ ഇറങ്ങി അവൻ യേശുവിനെ ബലപ്പെടുത്തുന്നതോ. ഹല്ലേലൂയ. അതേ, ഗെത്സമനെ തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ യേശുവിനെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയപ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി യേശുവിനെ ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളില് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ ദൂതൻ ഇറങ്ങി യേശുവിനെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തിയതുപോലെ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ദുഃഖവേളയില് ദൈവ ദൂതനെ അയച്ച് നിന്റെയും ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അന്ധകാര വേളയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് യോനയുടെ പുസ്തകം ഹല്ലേലൂയ 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അന്ധകാരത്തിന്റെ നിമിഷങ്ങൾ, അന്ധകാരത്തിന്റെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യോനയുടെ പുസ്തകം 2-ാം അധ്യായം ഹല്ലേലൂയ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യോനയുടെ പുസ്തകം വായിച്ചത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ യോവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സിയോനിൽ കാഹളഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, അത് അടുത്തിരിക്കുന്നത് കൊണ്ട് ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ.
ഇരുട്ടും അന്ധകാരമുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ വേഗവും കൂരിട്ടുമുള്ള ഒരു ദിവസം തന്നെ പർവ്വതത്തിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ളതായ ജാതി, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് പണ്ട് കേട്ടിട്ടില്ല. അങ്ങനെ അന്ധകാരമുള്ള സമയത്ത് നീ പ്രാർത്ഥിക്കണം. എന്റെ ഏരിയ ജീവിതം പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കണം. രക്തം ചെയ്യണം. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവിന്റെ ആമീൻ വചനം പറയും. പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാത്തിനും സ്തോത്രം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൻ ദൈവ ഇഷ്ടം. അതെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് അതറിഞ്ഞ് നീ പ്രാർത്ഥിക്കണം. പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് യേശു ഭൂമി തന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയിൽ മുന്നോട്ട് കൊണ്ടുപോയതുപോലെ യേശു ക്രിസ്തുവിനെ മനസ്സറിഞ്ഞ് യേശു ക്രിസ്തുവിനെ തിരികെ പറഞ്ഞ് സ്വർഗത്തിലെ ഹിതമറിഞ്ഞ് പൗലോസ് തന്റെ ശുശ്രൂഷ മുഴുവൻ പ്രാർത്ഥനയിൽ നയിച്ചതുപോലെ പണമുണ്ടായിരുന്ന സമയത്ത് കൊർന്നേലിയോസ് അവന്റെ കുടുംബം ദൈവത്തെ ഭയപ്പെട്ട് പ്രാർത്ഥിച്ച് ജനത്തിന് വളരെ ധർമ്മം കൊടുത്തതുപോലെ അന്ധകാലവും കൂരിട്ടുമുള്ള കാലഘട്ടങ്ങളിൽ നീ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിന്റെ കഷ്ടതയിൽ പ്രതിസന്ധികൾ വരികില് നീ കടന്നു പോകുന്ന പ്രയാസവേളയിൽ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ കടക്കടിയിൽ നിന്നെ ഞെരുക്കുന്ന വിഷയം കടന്നു വരുമ്പോൾ മരണകരമായ രോഗത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുന്ന ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ശക്തികൾ നിനക്കെതിരെ ഒന്നിച്ചെഴുന്നേറ്റ് പോരാടുമ്പോൾ നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയെ തകർപ്പോൾ സാത്താൻ പല തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ ഉറ്റവരും ഉടയിലും ബന്ധുക്കളും സന്തത സഹചാരികളും നിന്റെ കൂട്ടക്കാരൊക്കെ നിന്നെ വെറുത്ത് നിനക്കെതിരെ അവർ തന്ത്രങ്ങൾ വരയുമ്പോൾ കള്ളക്കേസിനെ കുടുക്കി നിന്നെ ജയിലിടയ്ക്കാൻ പിശാച് തന്ത്രമനയുമ്പോൾ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, സ്തോത്രത്തിൽ ജാഗരിക്കണം. എന്റെ ഈ പ്രാർത്ഥനയ്ക്ക് മടങ്ങുക, ദൈവസേനയ്ക്ക് മടങ്ങി വന്ന് ദൈവത്തെ വിശ്വസിക്കുക, കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം കേട്ടോ. രക്തം ചെയ്യും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ അറിയുന്നവൻ യേശു മാത്രമാണ്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാപിതാ, വിദേശ രാജ്യത്തിൽ കഷ്ടം സഹിക്കുകയില്ലേ, നൊമ്പരപ്പെടുകയില്ലേ, ഒരു നേരത്തെ ആഹാരത്തിന് ഭാരപ്പെടുന്നില്ലേ, വിദേശത്തേക്ക് കടന്നുപോയി അന്വേഷിച്ച് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നതിന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ വിദേശ രാജ്യത്ത് കടന്നുപോയിട്ട് നല്ലൊരു പാർപ്പിടമില്ലാതെ, നല്ലൊരു ജീവിതമില്ലാതെ അലയുന്ന അനുഭവം നിനക്കില്ലേ, കണ്ണുനീരിന്റെ അനുഭവമില്ലേ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി നീ ഭാരപ്പെടുന്നില്ലേ, അതിന് നീ പ്രാർത്ഥന ഇട്ടിരുന്ന് സ്തോത്രത്തോടെ ജാഗരിക്കുന്നെങ്കിൽ അതിന് നടുവിൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇത് പകൽ കഷ്ടം സഹിക്കുന്ന സഹോദര, കടക്കടി കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുകയാണോ? മക്കളെ കുറിച്ച് ഭാരപ്പെടുകയാണോ? ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച് ഭാരപ്പെടുകയാണോ? നാളെ കുറിച്ച് നീ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എപ്പോഴും സന്തോഷം ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ഇതല്ലോ എല്ലാവരും സ്തോത്രം ചെയ്തല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശു ദൈവ ഇഷ്ടം. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ദൈവത്തെ സ്മരിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടി ജനത്തിനായി കർത്താവിൽ എണ്ണത്തിൽപ്പെടാത്തവർ, ലോകരാജ്യ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവിനെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. രാജ്യരാഷ്ട്രതലന്മാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ ട്രൈബിലായിരിക്കുന്ന എല്ലാ ദ്വീപവാസികളെയും ഓർക്കുന്ന കർത്താവ് ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യൗവനത്തിൽ, വാക്കിൽ, അനുഭവത്തിൽ, രസന യാചകർ, ഓർഫന്റെ ചോളിൽ തടവഴിയായിരിക്കുന്നവർ, കടക്കണിയിലായിരിക്കും ജപ്തിയുടെ നേരിടുന്നവർ കർത്താവ് ജീവിതത്തിൽ മുന്നോട്ട് വെക്കാൻ മാരകമായ രോഗത്താൽ ഭാരപ്പെട്ട് ശാപത്തിനും പാപത്തിനും രോഗബന്ധനും അകപ്പെട്ട് കണ്ണീരിന്റെ തടികളിൽ കടന്നു പോകുന്ന വിവിധമായ രോഗത്തെ അടിവുകളായി കിടക്കുന്നവർ കർത്താവ് ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. എല്ലാ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും മാനസാന്തരം കൊടുക്കുക. പാപത്തിന് ശാപത്തിന് അടിമത്തിന്റെ കരിജന്തിയുടെ ജനത്തെ വേട്ടയാടി അവരെ കൊണ്ടൊടുക്കുന്ന ദുഷ്ട മൃഗങ്ങളെ പോലെയുള്ള സംവിധാനങ്ങൾക്കും ജനം പുറത്തുനിന്ന് മാനസാന്തരപ്പെടുവാൻ ജനത്തിന്റെ വീടുകളിൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറക്കണമേ. പ്രാർത്ഥനയില്ലാത്ത ദേശത്ത് ശാപങ്ങൾ വരുന്ന ദൈവത്തിന് ന്യായവിധിയുടെ കരം വെളിപ്പെടുന്നു. ഇന്ത്യയിൽ ജനം മടങ്ങി വരുവാൻ ദേശത്ത് സ്വദേശത്തുമായിരിക്കുന്ന ജനത്തിന്റെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിടെ വിടുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥന സകല മുഖത്ത് വിടക്കണമേ. കേരളത്തിൽ ഭാരത വിദേശകാര്യങ്ങൾ പാവിന്റെ വല്ലമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ കുടുംബം തലമുറകൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കണവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുമശന്മാർ ജയിലിക്കന്മാർ ജാമ്യമില്ലാതെ കിടക്കാൻ പ്രിയപ്പെട്ട ദൈവദാസിദാസന്മാർ കൊണ്ട് എത്രയും പെടുന്നവർക്ക് മോചനം കൊടുക്കണമേ. രോഗികളായിരിക്കും, വീട്ടിലുള്ള ഭവനമില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഗവൺമെന്റ് സ്ഥലമൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നാമി തലമുറയിലെ ഭാരപ്പെടുന്ന രോഗികളായിരിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അല്ലെങ്കിൽ എല്ലാവരും നിങ്ങൾ സമയത്ത് ഓർക്കുകയാണ്. മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് സകല ചൂതാട്ട അശുദ്ധി ജീവിക്കുന്ന സകല ജനത്തിനൊരു മാനസാന്തരം കൊടുക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ജനത്തിന് വിടുതൽ കൊടുക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.